വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8 ബിറ്റ് അഡിഷൻ ഓഫ് 2 നമ്പേഴ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഇപ്പോൾ 05 എന്നൊരു ഡിജിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 03 എന്നൊരു നമ്പറും കൂടി കൊടുക്കുകയാണ്. ഈ രണ്ട് നമ്പേഴ്സിനെയും എനിക്ക് ആഡ് ചെയ്യുമ്പോൾ 08 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഞാൻ 8 ബിറ്റ് അഡിഷൻ എന്ന് പറഞ്ഞു. ഫസ്റ്റ് കൊടുത്ത 05നെ ഞാനൊരു 8 ബിറ്റ് നമ്പർ എന്ന് പറയുന്നു. അതുപോലെ 03യും ഒരു 8 ബിറ്റ് നമ്പർ എന്ന് പറയുന്നു. കിട്ടിയ ആൻസർ 08 ആണ്. അതും ഒരു 8 ബിറ്റ് നമ്പർ ആണെന്ന് പറയുന്നു. നമുക്കറിയാം, രണ്ട് ഡിജിറ്റ്സ് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് എന്തായി മാറുന്നുണ്ട്, ഒരു 8 ബിറ്റ് നമ്പറായി മാറുന്നുണ്ട്. നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് 0നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 4 സീറോസ് കിട്ടുന്നുണ്ട്. 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ 0101 ആണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു 8 ബിറ്റ് നമ്പർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുപോലെ 03നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 0നെ സ്പ്ലിറ്റ് ചെയ്ത് 4 സീറോസ് എഴുതി. 3ക്ക് കറസ്പോണ്ടിങ് ആ ബൈനറി നമ്പർ ഞാൻ 0011 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് 8 ബിറ്റ് നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 05ഉം 03യും എങ്ങനെയാണ് 8 ബിറ്റ് നമ്പർ ആയെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ 1 + 1 0 വിത്ത് ക്യാരി 1, ആ ക്യാരി പ്ലസ് 1 ചെയ്യുമ്പോൾ 0 വിത്ത് ക്യാരി 1, എഗെയിൻ 0 വിത്ത് ക്യാരി 1 വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 1000 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി MSB പാർട്ട് ഫുൾ സീറോസ് ആയത് കാരണം നമുക്ക് സീറോസ് എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി ഇതിനെ തിരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 08 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഹെക്സ് നമ്പറായിട്ടാണ് 05നെ 03നെ എടുത്തത്. കിട്ടിയ ആൻസറിനെ തിരിച്ച് ഹെക്സിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് 8 ബിറ്റ് നമ്പേഴ്സ് ആയിരുന്നു. രണ്ട് 8 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറും എന്ത് തന്നെയാണ് കിട്ടിയത്, ഒരു 8 ബിറ്റ് നമ്പറാണ് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ആൻസറായിട്ട് വന്നത്. അപ്പോൾ ഒരു 8 ബിറ്റ് നമ്പറിനെ അടുത്തൊരു 8 ബിറ്റ് നമ്പറുമായിട്ട് ആഡ് ചെയ്തപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് കിട്ടി, 8 ബിറ്റ് നമ്പർ തന്നെയാണ് ആൻസർ കിട്ടിയത്. ബട്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. രണ്ട് 8 ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എല്ലാ സമയവും 8 ബിറ്റ് നമ്പർ തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നതെന്ന് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, രണ്ട് 8 ബിറ്റ് നമ്പേഴ്സ് എടുക്കുവാണ്. ഫസ്റ്റ് 8 ബിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 99 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ 81 എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു നമ്പർ എടുക്കുകയാണ്. സോ ഇത് രണ്ടും 8 ബിറ്റ് നമ്പേഴ്സാണ്. 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് എഴുതുന്നു. ഇനി നമുക്കൊരു കാര്യം അറിയാം, 8051 മൈക്രോ കൺട്രോളർ കിറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു 8 ബിറ്റ് അഡിഷൻ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഒരു 99 എന്ന് പറയുന്ന നമ്പർ നമ്മൾ കിറ്റിന് കൊടുക്കുകയാണെങ്കിൽ കിറ്റ് ഈ 99നെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഹെക്സ് ഫോമിലായിരിക്കും, ഹെക്സാ ഡെസിമൽ നമ്പർ ആയിട്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ 81നെയും നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും ആ ഒരു 8051 കിറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഹെക്സാ ഡെസിമൽ ഡിജിറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ ഈ 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബൈനറി ഡിജിറ്റ് ഞാൻ 1001 എന്ന് എഴുതുന്നു. അടുത്ത 9നെയും ഞാൻ 1001 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു ബൈനറിയിൽ. ഓക്കെ, രണ്ട് ഹെക്സ് നമ്പർ ഞാൻ ആഡ് ചെയ്യാനായിട്ട് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിന് തിരിച്ച് അഡിഷൻ നടത്തിയിട്ട് തിരിച്ച് ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായി പോകുന്നത്. സോ ഈ മേളിലുള്ള ഡിജിറ്റിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബൈനറി നമ്പേഴ്സാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, 1 + 1 നമുക്ക് എന്താ കിട്ടുക, 0 കിട്ടുന്നുണ്ട്. വിത്ത് ക്യാരി 1 ആണ്. ഓക്കെ, ആ ക്യാരി നമ്മൾ അടുത്ത ഡിജിറ്റ്സുമായി ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി 1 + 0 ചെയ്ത് 1 കിട്ടി. 1 + 0 എഗെയിൻ 1 കിട്ടുന്നുണ്ട്. 0 + 0 0, 0 + 0 0. ലാസ്റ്റ് ഡിജിറ്റ് 1 + 1 ആണ്, 0 വിത്ത് ക്യാരി 1 ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് 8 ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്തു. നമുക്കിപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട്. നോക്കാം, നമുക്ക് ആദ്യത്തെ 8 ബിറ്റ് നമ്പറിനെയും രണ്ടാമത്തെ 8 ബിറ്റ് നമ്പറിനെയും നമ്മൾ മാർക്ക് ചെയ്തു. കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ
നമുക്ക് 8 ബിറ്റ് നമ്പറാണോ കിട്ടിയിരിക്കുന്നത്? നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊരു 8 ബിറ്റ് നമ്പർ അല്ല കിട്ടിയിരിക്കുന്നതെന്ന്. സോ ഞാൻ ലാസ്റ്റ് വന്ന നമ്പറിൻ്റെ കൂടെ ലെഫ്റ്റ് സൈഡിൽ 3 സീറോസും കൂടി ഇട്ടു. അതിനെ ഒരു 4 ഡിജിറ്റുള്ള നമ്പറാക്കി മാറ്റി. ഇപ്പം നോക്കിയേ, മൊത്തത്തിൽ നമുക്കൊരു 12 ഡിജിറ്റുള്ള നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ 001ന് കറസ്പോണ്ടിങ് ആയി 1 എഴുതി. അടുത്ത 001നും 1 എഴുതി. 1010 എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ആണ് കിട്ടുന്നത്. 10ൻ്റെ ഹെക്സ് ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും കിട്ടുന്നത്. സോ 11A എന്നാണ് നമ്മുടെ ഒരു ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 8 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാരി ജനറേറ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 12 ബിറ്റുള്ള നമ്പർ ആയിരിക്കും നമുക്ക് ആൻസറായി കിട്ടുക. സോ 2 8 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 12 ബിറ്റ് വരെയുള്ള നമ്പേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. 12 ബിറ്റ് വരെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് വരുന്ന MSB എന്ന് പറയുന്നത് അത് മസ്റ്റായിട്ടും ക്യാരി ആയിരിക്കും വരുന്നത്. ക്യാരി എന്ന് പറഞ്ഞാൽ അത് ഓൾവേസ് ക്യാരി ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഓൾവേസ് ആ ക്യാരി 1 ആയിരിക്കും. 2 8 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ക്യാരി എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓൾവേസ് 1 ആയിരിക്കും ക്യാരി ജനറേറ്റ് ചെയ്യുന്ന കേസിൽ. അല്ലാന്നുണ്ടെങ്കിൽ ക്യാരി എന്താണ്? 2 8 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ബിറ്റ് തന്നെയാണ് ആൻസർ വരുന്നത്. വിത്ത് ക്യാരി 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് വേണം നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുക. 2 8 ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ക്യാരി ജനറേറ്റ് ചെയ്യണമെങ്കിൽ ക്യാരി 1 ആയിരിക്കും. അതൊരു 12 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 12 ബിറ്റുള്ള നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് അഡിഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. 2 8 ബിറ്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യം ഇതാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 05ഉം അതുപോലെ തന്നെ അടുത്തതും ഒരു 05 വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഹെക്സ് നമ്പേഴ്സ് ആണ്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 5ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 0 1 0 1 എന്ന് എഴുതാം. അതുപോലെ താഴത്തെ 05നെ ഇതുപോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അഡീഷൻ ചെയ്യുന്നു. 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 0 വിത്ത് ക്യാരി 1. ബാക്കി പോർഷൻസ് എല്ലാം നമുക്ക് സീറോസ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിനെ ഇനി 4 ബിറ്റ്സുള്ള നമ്പറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 5 + 5 ചെയ്യുമ്പോൾ 10 അല്ല നമുക്ക് ആൻസർ കിട്ടുന്നത്. 10ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് നമ്പർ ഏതാണ്? 0A ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓർക്കുക, നമ്മൾ 8051 മൈക്രോ കൺട്രോളർ കിറ്റിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്നത് ഏത് ഡിജിറ്റ് നമ്മൾ ഇൻപുട്ട് കൊടുത്താലും കിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെ ഒരു ഹെക്സ് നമ്പറായിട്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇൻപുട്ടാണെങ്കിലും ഔട്ട്പുട്ടാണെങ്കിലും കിറ്റ് നമ്പറിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുന്നത് ഹെക്സാഡെസിമൽ ഡിജിറ്റായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ആലോചിക്കുക. 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ഡെസിമൽ ആണെങ്കിലും ഹെക്സ് ആണെങ്കിലും സെയിം നമ്പർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്പർ സിസ്റ്റം പഠിച്ചപ്പോൾ ഇതൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ 10 കഴിഞ്ഞിട്ട് 10 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ A ആയിരിക്കും. 11 ആണെങ്കിൽ B ആയിരിക്കും. 12 ആണെങ്കിൽ C ആയിരിക്കും. അങ്ങനെ 15 ആണെങ്കിൽ F വരെ ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രോഗ്രാം എഴുതാൻ പോകുന്നത്, ലോജിക്ക് പറയാനായിട്ട് പോകുന്നത്. സോ എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ ലോജിക്കുമായിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയെന്ന്